ഫെബ്രുവരി 24 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എദൽബർട്ട്, വിശുദ്ധ അഡല, വിശുദ്ധ കുമിൻ, വിശുദ്ധ ജോൺ തെറിസ്തസ്. വിശുദ്ധ എദൽബർട്ട് 552-616 കാലഘട്ടത്തിലാണ് വിശുദ്ധ എദൽബർട്ട് ജീവിച്ചിരുന്നത്. ബ്രിട്ടനെ കീഴടക്കിയ സാക്സൺ ചക്രവർത്തിയായ എൻജിസ്റ്റിൻ്റെ പ്രപൗത്രനായ യോർമെൻഡറിക്കിൻ്റെ മകൻ എദൽബർട്ട് ഓഡിൻ എന്ന പുറജാതീയ ദേവൻ്റെ ആരാധകനായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇംഗ്ലീഷ് രാജാവായിരുന്നു അദ്ദേഹം. 597 കാൻറ്റർബറിയിലെ ഒരു റോമൻ സന്യാസിയായ സെയിൻറ്റ് അഗസ്റ്റിൻ സെയിൻറ്റ് പോപ്പ് ഗ്രിഗറി ദി ഗ്രേറ്റ് അയച്ച മിഷണറിമാരുടെ ഒരു സംഘത്തിൻ്റെ നേതാവായി കെൻറ്റിൽ എത്തി. ഇന്നത്തെ ഫ്രാൻസിലെ മെറോവിംഗിയൻ ഫ്രാങ്കിഷ് രാജാവിൻ്റെ മകളായിരുന്ന ബെർട്ടയെയാണ് എദൽബർട്ട് വിവാഹം കഴിച്ചത്. വിവാഹത്തിന് ബെർട്ട മുന്നോട്ട് വെച്ച ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അവൾക്ക് സ്വന്തം മതം ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകണമെന്നത്. കാരണം അവൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിന് വേണ്ടി എദൽബർട്ട് അത് അംഗീകരിച്ചു. അങ്ങനെ കെൻറ്റിലെ സെൻറ്റ് എദൽബർഗ് ഉൾപ്പെടെ ഇരുവർക്കും 3 കുട്ടികളുമുണ്ടായി. ബെർത്ത ഫ്രാൻസിൽ നിന്ന് ഒരു ബിഷപ്പിനെ തൻ്റെ ചാപ്ലൈനായി കൊണ്ടുവന്നിരുന്നു. അവർക്ക് സ്വന്തമായി ഒരു ക്രിസ്ത്യൻ പരിവാരവും ഉണ്ടായിരുന്നു. ആരാധനയ്ക്കായി റോമൻ കാലഘട്ടത്തിലെ പുരാതനമായ സെയിൻറ്റ് മാർട്ടിൻ ഓഫ് ടൂറസ് പള്ളി അവർ പുനഃസ്ഥാപിച്ചു. തൽഫലമായി എദൽബർട്ട് ക്രിസ്തുമതവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. താമസിയാതെ അദ്ദേഹം അത് സ്വയം സ്വീകരിക്കുകയും വിശുദ്ധ അഗസ്റ്റിനിൽ നിന്ന് സ്നാനമേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതൃക ഏതാനും മാസങ്ങൾക്കുള്ളിൽ തൻ്റെ നാട്ടുകാരിൽ 10,000 പേരുടെ സ്നാനത്തിലേക്ക് നയിച്ചു. ഭൂമി, സാമ്പത്തികം, സ്വാധീനം എന്നിവ ഉപയോഗിച്ച് അദ്ദേഹം അഗസ്റ്റിനെ മിഷണറി പ്രവർത്തനത്തിൽ സഹായിച്ചു. റോമൻ സഭയ്ക്ക് രാജ്യത്ത് സുരക്ഷിതമായൊരു സ്ഥാനം നൽകുന്ന ഒരു നിയമസംഹിതയുടെ നിർമ്മാണത്തിന് എദൽബർട്ട് നേതൃത്വം നൽകി. പോപ്പിൻ്റെ കൽപ്പന പ്രകാരം സെയിൻറ്റ് അഗസ്റ്റിനെ ഇംഗ്ലീഷിൻ്റെ ആർച്ച് ബിഷപ്പായി നിയമിക്കുകയും 604 മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ലണ്ടനിലെയും റോച്ചസ്റ്ററിലെയും ബിഷപ്പുമാരെ നിയമിക്കുകയും ചെയ്തു. ലണ്ടൻ എസെക്സ് രാജ്യത്തിലായിരുന്നു അത്. എദൽബർട്ടിൻ്റെ അനന്തരവൻ സെർബട്ടാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹവും ഒരു ക്രിസ്ത്യാനിയായി മതം മാറിയിരുന്നു. 601 ബെർത്ത മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. എദൽബർട്ട് രണ്ടാമതൊരു ഭാര്യയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മകൻ ഈഡ്ബാർഡ് അധികാരത്തിൽ വന്നു. അദ്ദേഹം പുറജാതീയതയിലേക്ക് തിരിഞ്ഞു. പിതാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിച്ചുകൊണ്ട് അദ്ദേഹം റോമൻ പുരോഹിതന്മാരെ ഭയപ്പെടുത്തി. അത് നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് തന്നെ മടങ്ങി. ശക്തമായ ഭരണകൂടങ്ങൾക്ക് റോമൻ സഭ നൽകിയ പിന്തുണയിൽ മറ്റ് പുറജാതീയ ഇംഗ്ലീഷ് രാജാക്കന്മാർ ആകൃഷ്ടരായി. ഇത് മതനിയന്ത്രണം എളുപ്പമാക്കി. ഈ രാജാക്കന്മാർ റോമൻ സഭയെ സ്വീകരിക്കുകയും അവരുടെ ജനങ്ങളെ കൂടെ കൊണ്ടുപോകുകയും ചെയ്തു. നൂറ്റാണ്ടുകളായി ഈ പ്രക്രിയ ഒരു ഏകീകൃത ഇംഗ്ലീഷ് രാഷ്ട്രത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നയിച്ചു. പ്രായശ്ചിത്തവും പ്രാർത്ഥനാ ചൈതന്യവും അദ്ദേഹത്തിൽ തിളങ്ങി നിന്നിരുന്നു. ആത്മപരിത്യാഗവും അധ്വാനവും ജാഗരണവുമായിരുന്നു അവയുടെ നിദാനം. വിഗ്രഹാരാധന എദൽബർട്ട് പൂർണ്ണമായും വിലക്കി. സ്വന്തം അരമന അദ്ദേഹം ആർച്ച് ബിഷപ്പിന് വിട്ടുകൊടുത്തു. പല ദേവാലയങ്ങളും സ്ഥാപിച്ചു. 56 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം എദൽബർട്ട് ഭൗമിക കിരീടം സ്വർഗീയ കിരീടവുമായി വെച്ചുമാറ്റി. വിജാതീയനായി ജനിച്ച എദൽബർട്ട് രാജകീയ അധികാരത്തിൻ്റെ ഉടമയായിരുന്നിട്ടും വിശുദ്ധി പ്രാപിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു. അതിനാൽ അദ്ദേഹം പ്രസിദ്ധനായ ഒരു വിശുദ്ധനായി മാറി. നമുക്ക് ഇന്നേ ദിവസം ഇങ്ങനെ വിചിന്തനം ചെയ്യാം: സന്മനസ്സുണ്ടെങ്കിൽ സമ്പത്തോ പ്രഭുത്വമോ രാജ്യത്വമോ ഒന്നും വിശുദ്ധിക്ക് പ്രതിബന്ധമല്ല. വിശുദ്ധനായ എദൽബർട്ടെ എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട്
നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.